തിരുവനന്തപുരത്ത് ആനാട് LDF സ്ഥാനാർത്ഥിക്ക് വെട്ടേറ്റു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. ആനാട് വഞ്ചൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥി ഷമീമിനാണ് വെട്ടേറ്റത്. വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ നൽകും. ജീവൻ, എന്താണ് സംഭവിച്ചത്? അരുൺ, 15 മിനിറ്റുകൾക്ക് മുമ്പാണ് ആനാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വെട്ടേറ്റത്. CPIയുടെ പാർട്ടിയിൽപ്പെട്ട ഷമീമാണ് അവിടെ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തിന് അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ട്. ആ സംഘത്തിൽപ്പെട്ടവരാണോ ഈ അക്രമത്തിന് പിന്നിൽ എന്ന് പറയാനാവില്ല. ബൈക്കിലെത്തിയ രണ്ടുപേർ ആണ് വെട്ടിയത്. വെട്ടിന്റെ കാഠിന്യം അല്പം കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ നെടുമങ്ങാട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രദേശത്ത് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, വലിയമല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നേരിയ ചില സംഘർഷങ്ങൾ നിലനിന്നിരുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. എന്തായാലും 15 മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. സ്ഥാനാർത്ഥിക്കേറ്റ പരിക്കിനെ തുടർന്ന്, സ്ഥാനാർത്ഥിക്ക് വെട്ടേറ്റു എന്ന വാർത്തയെ തുടർന്ന് പ്രദേശത്ത് ഇപ്പോൾ ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രദേശത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനായി പോലീസും സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നവരും. ജീവൻ, അതായത് പൊതുവെ സമാധാനപരമായാണ് ഈ മണിക്കൂറുകളിൽ ഇതുവരെ തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള പ്രശ്നബാധിതമായ ബൂത്തുകൾ ഒന്നോ രണ്ടോ മാത്രം എന്നാണ് നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങളും. പക്ഷേ നിലവിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണാനാവുമോ ഈ വാർത്ത പുറത്തു വരുമ്പോൾ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അക്രമ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെങ്കിലും അക്രമ സംഭവങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ചെറിയ തോതിലെങ്കിലും അതിന് കേന്ദ്രീകൃതമായ ഒരു രൂപം ഇല്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥിയുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അടക്കമുള്ളവ സ്വാഭാവികമായും പാർട്ടിയുടെ പ്രവർത്തകരെയും ഒക്കെ വൈകാരികമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അവർ വിഷയങ്ങളിൽ വൈകാരികമായി ഇടപെടാനുമുള്ള സാധ്യതയുണ്ട്. അതേതെങ്കിലും തരത്തിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണമാണോ എന്നതിനെ സംബന്ധിച്ചടക്കം അല്പസമയത്തിനകം തന്നെ നമുക്ക് മറ്റു വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ.